ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് എങ്ങനെയാണ് മുടി കറുപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് നിര കാണാറുള്ളത് പ്രായമായവരിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏത് പ്രായക്കാരിലും ഈ നിര ബാധിക്കാറുണ്ട് മുടിയിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? കടയിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഡൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അലർജി മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലർജിയിൽ നിന്ന് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ വളരെ കുറച്ച് അതായത് ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന അതിൽ നന്നായി റിസൾട്ട് കിട്ടുകയും കുറച്ചും കൂടി ദിവസം കൂടുതൽ കിട്ടുകയും ചെയ്യും. ഏകദേശം 45 ദിവസത്തോളം തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. വേറൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായി നിറച്ചൊരു മുടിയിലാണ് നിങ്ങൾ ലൈവായിട്ട് കാണിക്കുകയാണ് ഈ റിസൾട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ മുഴുവനായിട്ട് തന്നെ കാണണം, എന്നാലാണ് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പകുതി കണ്ടിട്ടിട്ട് പകുതി കാര്യം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഹെന്ന പൗഡറാണ്. ഈ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ഈ ഹെന്ന പൗഡർ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് പഴകിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സൊക്കെ ചേർന്നായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടില്ല ഇതിന്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ തന്നെ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് അരച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പാക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പൗഡർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൗഡറാണ്. അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു 1.5 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് കാപ്പിപ്പൊടിയും 1 ടീസ്പൂണ് തേയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അത് നല്ല കളറാവുന്നവരെ തിളപ്പിക്കുക. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടിയിലേക്ക് ഈ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മൈലാഞ്ചിപ്പൊടി എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു 8 ടീസ്പൂൺ എടുക്കുന്നത്, ചെറിയ ടീസ്പൂൺ ആട്ടോ. അതുകൊണ്ടാണ് 8 പ്രാവശ്യമാണ് എടുക്കുന്നത്. കാരണം നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. മുടി മൊത്തത്തിൽ കവർ ചെയ്യാൻ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും മുടിയുടെ എല്ലാ അറ്റത്തേക്കും എത്തണം. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് കുറച്ച് നേരമൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അവർക്കൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാകും. അപ്പോൾ നമ്മൾ മുടി എത്രത്തോളം നിറയുണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് ഈ ഹെന്ന പൗഡർ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളം കാപ്പിപ്പൊടിയുടെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് ലൂസ് ആവാനും പാടില്ല, അതുപോലെ തന്നെ ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഇതിലാണ് എടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് എല്ലായിടത്തേക്കും ഒരേപോലെ ഇത് സ്പ്രെഡ് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ലൂസായി കഴിയുമ്പോൾ അതിങ്ങനെ താഴത്തേക്ക് ഊർന്ന് പോരും. അപ്പോൾ നമുക്ക് തലയിൽ മുടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഹെന്നൊക്കെ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം തന്നെ ഇരുമ്പ് ചട്ടിക്ക് അകത്തൊക്കെയാണ് തയ്യാറാക്കി വെക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ഈ ഹെന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നന്നായിട്ട് കളർ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇരുമ്പ് ചട്ടിക്ക് അകത്തൊക്കെ വെക്കുന്ന സമയത്ത് അയൺ കണ്ടൻറ്റ് നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ മുടിക്കൊക്കെ നല്ലതാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു ഹെന്ന ചെയ്യുമ്പോൾ നന്നായിട്ട് കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെന്ന ചെയ്യുന്ന സമയത്ത് തലയിൽ എണ്ണയൊന്നും പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പാക്ക് ശരിക്കും തലയിൽ മുടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ കവറാണ് ഇട്ടിരിക്കുന്നത്, 50 പൈസയുടെ കവറ്. ആ സമയം നിങ്ങൾക്ക് ഗ്ലൗസ് ആണെങ്കിൽ സൗകര്യപ്രദം തന്നെയാണ്. എന്നാലും എനിക്കും ഈ കവർ ഉപയോഗിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടും തോന്നിയില്ല കേട്ടോ.
നന്നായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് കവർ ഇടുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ആ കൈപ്പത്തി ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഇറക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് ഇരുന്നോളും. നമുക്ക് സുഖമായിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഗ്ലൗസ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ നമ്മൾ സാധാരണ രീതിയിൽ ഹെന്ന ചെയ്യുമ്പോൾ ആ ഹെന്ന ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന എൻ്റെ സൗകര്യാർത്ഥം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഹെന്ന നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും, അതായത് നിറയെ നിറയുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തേണ്ട രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൗകര്യം എല്ലാവർക്കും ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ എല്ലാ മുടിയിലും എത്തേണ്ട രീതിയിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എല്ലായിടത്തും തന്നെ കളർ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് ഹെന്ന ചെയ്യുന്ന രീതിയിൽ, സാധാരണ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് അങ്ങനെ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതേ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും ഈ ഹെന്ന നമ്മുടെ ഓരോ മുടിയിലേക്കും ഈ ഹെന്ന എത്തണം, എന്നാൽ മാത്രമാണ് നല്ല കളർ കിട്ടത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മുടിയിൽ നന്നായിട്ട് നിറയുള്ള മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലതായിരിക്കും മുടിക്കകത്ത്. കാരണം ഏതെങ്കിലും ഭാഗത്തേക്ക് ഇപ്പോൾ ഈ ഹെന്ന എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെറ്റിയുടെ താഴത്തേക്കൊക്കെ ചിലപ്പോൾ ഈ മൈലാഞ്ചിയൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കവിടെ കറക്റ്റായിട്ട് തുടച്ച് കൊടുത്തിട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് ചെറുതായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ മൈലാഞ്ചി ഒന്നും അങ്ങോട്ട് പിടിക്കത്തില്ല, കളർ വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ മൈലാഞ്ചിൻ്റെ കളർ അനുഭവപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതേ എല്ലാം ചെയ്ത് സെറ്റായിട്ടുണ്ട്. മുടി ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ട്. ഇത് നമുക്ക് 2 മണിക്കൂർ നേരം ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിന് മുകളിൽ നമുക്കൊരു കവറ്, ഒരു 50 കവറ് ഇട്ട് കൊടുക്കാം. 2 മണിക്കൂർ ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാവുള്ളൂ. വേറെ ഒന്നും ഇടാൻ പാടില്ല. സോപ്പോ അല്ലെങ്കിൽ ഷാമ്പോ ഒരു സംഭവം ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. 2 ദിവസത്തേക്കൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ റിസൾട്ട്. 2 മണിക്കൂറിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ കാണുന്നത്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. എല്ലാ നരച്ച മുടിയും നല്ല ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇൻഡിഗോ പൗഡർ ആണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 2 മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്തു. ആ വാഷ് ചെയ്തിട്ട് ഒന്ന് നന്നായി തുടച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അപ്പോൾ തന്നെ ഈ നീലയമരിപ്പൊടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിറ്റേ ദിവസത്തേക്ക് വെക്കാനോ അല്ലെങ്കിൽ വൈകൊന്നും വേണ്ട. ആ ടൈം തന്നെ, ഇത് കഴിഞ്ഞ സമയം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നു. നമ്മൾ ഈ നീലാമരി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ എടുക്കുന്ന സമയത്ത് നേരത്തെ മൈലാഞ്ചി ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പഴകിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സൊക്കെ ചേർന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡിൽ തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ നീലാമരി ചെടി ഉണ്ടെങ്കിൽ അത് ഉണക്കിയെടുത്തിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഈ നീലാമരി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ നീലമരിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇത് തികച്ചും നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പലർക്കും ഈ നീലയമരി ചെടിയെക്കുറിച്ച് അധികം അറിവില്ല. കാരണം ഈ നീലയമരിയെ പോലെ തന്നെ വേറൊരു ചെടിയും കൂടി ഉണ്ട്. അതിൻ്റെ പേര് നീരൂലി എന്നാണ്. അപ്പോൾ അതും ഈ നീലയമരി ചെടി ഒരു സെയിം തന്നെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കറക്റ്റ് റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ ആ അപരൻ, അതായത് ഈ നീലാമരിയുടെ അപരനെ നമുക്കൊന്ന് കാണാം. അതുപോലെ നീലാമരി ചെടിയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതാണ് നീലാമരി ചെടി എന്ന് പറയുന്നത്. ഇതിന് ഒരു പയറിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ വിത്ത് വരുന്നത്. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരു നീല കളറിലാണ്. എന്നാൽ നമുക്ക് ഇതിനെ പോലെ തന്നെ വേറെ ചെടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ചെടി ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് നീലാമരിയെ പോലെ ഇരിക്കുന്ന ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് നീരൂലി എന്നാണ്. നമ്മൾ പല നാട്ടുമ്പുറങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഈ ചെടിയുടെ ഇല ഉപയോഗിച്ചാണ് നമ്മൾ താളിയൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാനൊക്കെ ഒരുപാട് താളികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്തൊരു നീല കായ ഉണ്ടാവും. ഒരു ചെറിയൊരു റൗണ്ടായിട്ട് ഒരു ആപ്പിളിൻ്റെ ഷേപ്പിൽ കുഞ്ഞ് കായ ഉണ്ടാവും. നീല കളറാണ്, മഷി പോലെ ഇരിക്കും. അത് ശരിക്കും നീലാമരിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് നീലൂരി ചെടിയാണ്. എന്നാൽ ഏകദേശം കാണുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ. എന്നാൽ
ഇതല്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ അതിന് റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും മുടി കറക്കുക എന്നാണല്ലോ, അതിൻ്റെ ആ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വീട്ടിലുള്ള നീലാമരി ചെടി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡൈ ചെയ്യണമെങ്കിൽ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നേരത്തെ നമ്മൾ ഹെന്ന എടുത്ത പോലെ തന്നെ ഞാൻ 8 ടീസ്പൂൺ എടുക്കുന്നത്, ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ആവശ്യമുണ്ട്, കാരണം മുടി കംപ്ലീറ്റ് കവർ ചെയ്യണം. അപ്പോൾ ഇത്രയും വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങളുടെ മുടിയുടെ ആ ഒരു ലെങ്ത്തും ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം, എന്നാലാണ് എല്ലായിടത്തേക്കും എത്തത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറു ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഹെന്ന ചെയ്ത പോലെ തന്നെ നമ്മൾ കുറേശ്ശെ ആയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അധികം ലൂസും അധികം ടൈറ്റും പാടില്ല. ആവശ്യത്തിന് മാത്രം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള പാകത്തിന് മാത്രമാണ് നമുക്കിത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു പരിവാക്കി എടുക്കാം കേട്ടോ. നമുക്ക് തലയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പരിവാക്കി എടുക്കാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്കിതേ കുറേശ്ശെയായിട്ട് ഈ നീലാമരി പൊടി നമുക്ക് ഇതേ തലയിൽ തേച്ച് കൊടുക്കാം. നേരത്തെ ഹെന്ന ചെയ്യുന്ന പോലെ തന്നെ ആ മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ഹെന്ന ചെയ്യുന്ന ആ ടൈപ്പിൽ അറിയാമെങ്കിൽ അതുപോലെ ചുറ്റിയിട്ട് വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെയ്യാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മുടിയിൽ എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ കറക്റ്റായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ എല്ലാ മുടിയിലേക്കും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നരച്ച മുടിയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് എല്ലാം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്തിടാം. അങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം മാത്രമാണ് നമ്മളിത് കഴുകി കളയേണ്ടത്. അപ്പോൾ അത്രയും സമയം നമ്മൾ എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ഇത് 2 ദിവസത്തിന് ശേഷം ആണ് ഷാമ്പുക്ക് ഉപയോഗിക്കാവുള്ളൂ. അത് ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല മൈൽഡ് ഷാമ്പു, അതായത് നല്ല വീര്യം കുറഞ്ഞ ഷാമ്പു ആണ് നിർബന്ധം ഉണ്ടെങ്കിൽ മുടിയിൽ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഹെയർ കളറൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് കറുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലോണം വെളുത്ത മുടിയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അത്രയും നല്ല ഒരു എഫക്റ്റീവായൊരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെന്ന പൗഡറും നീലാംബരി പൗഡറും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ സ്ക്രീനിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്, തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ചെയ്ത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് റഹീമാസ് വേൾഡ്.